ജെഫ്രി, ആ ബാത്ത് ഹൗസിന്റെ എൻട്രൻസ് ഒന്ന് തുറന്നേ. ഷോ, ഈ സ്ഥലം കണ്ട ആരെങ്കിലും ഗസ് ചെയ്യും നമ്മൾ എവിടെയാ വന്നിരിക്കുന്നേന്ന്? ഹാഗൻ ഡാസിന്റെ ഐസ്ക്രീം. ദിസ് ഇസ് ടോട്ടലി ഫ്രീ എന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ കാണുന്ന ഫ്രൂട്ട് ജ്യൂസ് ബാർ, എവറിത്തിങ് ഇസ് അൺലിമിറ്റഡ് ആൻഡ് കോംപ്ലിമെന്ററി. ഇതൊന്നും പോരാതെ ഈ മസാജ് പാർലറിൽ ഒരു വീഡിയോ ഗെയിം പ്ലേ സെന്റർ വരെ ഉണ്ട്. ഒരു അൾട്ടിമേറ്റ് ബോയ് ഡ്രീം പ്ലേസ് ആണ് ഈ സ്ഥലം. ഒന്നും പോരാതെ ജ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സ് അങ്ങോട്ട് വെച്ചിരിക്കുവാണ് അവര്. ഇതിന്റെ കൂടെ സോൾട്ട് ബാത്ത് വിത്ത് ഇൻഫ്രാറെഡ്. ജെഫ്രിന്റെ സ്കിൻ ഹൈഡ്രേറ്റ് ആവാനും മോയ്സ്ചറൈസ് ആവാനും. 63 ഡിഗ്രി എന്ന് പറഞ്ഞ ആള് വെളിയിലേക്ക് ഓടുവാണ്. ഇതൊന്നും അല്ലാതെ പ്രൈവറ്റ് സ്പേസസ്, ഓരോ ക്യൂബിക്കൽ പോലെ അകത്തിരുന്ന് ചില്ല് ചെയ്യാനും റിലാക്സ് ചെയ്യാനും. Hi guys, good morning and welcome to our new vlog. Again, it's starting to freeze in Harbin. നല്ല തണുപ്പാണ്. It's like almost -15 അങ്ങാണ്ടാണ് and feels like -20. But it is sunny, so it's okay. ഇന്ന് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളപ്പോൾ അയ്യോ ക്വാളിറ്റി കുറഞ്ഞൊന്നും പറയരുത്, ഇതായിരുന്നു നമ്മുടെ എല്ലാം. അപ്പോൾ ഇന്നെന്താ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഒരു ചൈനീസ് ബാത്ത് ഹൗസിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയാം സ്കിപ്പ് ചെയ്യരുത്, കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പേ അല്ല ഇവിടുത്തെ ബാത്ത് ഹൗസ്. ഇവിടുത്തെ ബാത്ത് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലൈസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു. ലാസ്റ്റ് ഞാൻ റേറ്റ് പറയാം, നിങ്ങൾ അതിന് മുമ്പേ റേറ്റ് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യുക. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ഫോറിനേഴ്സിനെ കയറ്റുമെങ്കിൽ തണുപ്പ് പോലെ തന്നെ ജെഫ്രിനും ബ്ലറാ. സോ നമ്മൾ ആദ്യമേ അങ്ങോട്ട് തന്നെ പോകുന്നതിന് മുമ്പ് നല്ല വിശപ്പുണ്ട്. അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. 24 മണിക്കൂറിലേക്കൊക്കെയാണ് ഇവിടുത്തെ ബാത്ത് ഹൗസ് ആൾക്കാർ എടുക്കുന്നത്. ഞങ്ങൾ പക്ഷേ ഒരു 6 hours പാക്കേജ് എടുത്തത്. സോ നമ്മൾ ആദ്യമേ KFC പോവാം. ഇവിടുത്തെ KFC ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. KFC കഴിച്ചിട്ട് നേരെ ബാത്ത് ഹൗസിലേക്ക് പോവാം. സ്കിപ്പ് ചെയ്യാതെ കാണും. ഐ എം ഷുവർ യുൽ ബി മെസ്മറൈസ്ഡ് ബൈ ദിസ് വ്ലോഗ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അന്നം വിട്ടിരിക്കും, അത് ഉറപ്പാ. നമ്മുടെ ഹോട്ടലിന്റെ തൊട്ട ഫ്രണ്ടിലാണ് മെക്ഡോണൾഡ്സും KFC ഒക്കെ. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് കൂടുതൽ ചൈനീസ് ഫുഡല്ല കഴിച്ചത്. എന്തായാലും ഇന്നൊന്ന് KFC ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചിക്കൻ കഴിക്കാൻ നല്ല മൂഡ്, നല്ല തണുപ്പും കൂടെ ആയതുകൊണ്ട്. അതെ ഐസ, ഞാൻ പറഞ്ഞ മറ്റേ തൊപ്പി ഇടാ. ഇന്ന് നമ്മൾ KFC വന്നിട്ടേ ഇത് നമ്മൾ വല്ല സ്കാം ആണോ റിയൽ ആണോ എന്ന് അറിയണം. ഇത് സാധാരണ ഒരു 4 പീസ് ചിക്കൻ വാങ്ങി, ഒരു മാഷ് പൊട്ടേറ്റോ വാങ്ങി. ഇതിന് 300 രൂപ. ഹോൾ ചിക്കനാണ് പറയുന്നത്, തുറന്ന ഫുൾ ചിക്കനാണ്, ഫുൾ സ്മോക്ഡ് ചിക്കൻ. 300 രൂപ എന്ന് പറയുന്നത് പറ്റിക്കലാണ്. എന്താ ഇത്? കുഞ്ഞു കോഴി ആണെങ്കിലും 300 രൂപ ഫുൾ ചിക്കൻ KFC-യിൽ. ഇനി ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് പകുതിയാക്കാൻ പറ്റുമോ? ഓ, കണ്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡ് അല്ല, സ്മോക്ഡ് ആണ്. സ്മോക്ഡ് ചിക്കൻ. ഇത് ഡെലിക്കറ്റാ നോക്ക്. തോടുമ്പോ തന്നെ എല്ലാം കൂടെ മറ്റേ പുൾഡ് ചിക്കൻ പോലെ പൊളിഞ്ഞു വന്നു. ഇതെന്താ ഇത്? ഓ, അതുവരെ തരുമല്ലോ അവര്. ഞാൻ കഴിച്ചോളാം. ഫുൾ കൊളാജനാ. കൊളാജനെ ഒരിക്കലും കളയില്ല. കൊളോ? ഓ, നോക്കട്ടെ. സോ ഇവരുടെ ഒരു ചിക്കൻ ലെഗ് എടുത്ത് 300 രൂപയുടെ ചിക്കൻ. ഓ വാ, നമ്മുടെ ഷവായൊക്കെ മാറിയേക്കും കേട്ടോ. മെയിൻ തിങ് ഒട്ടും ഡ്രൈ അല്ല. എന്തൊരു ജ്യൂസ് ചെയ്ത്. ആ, 300 രൂപയേ ഉള്ളൂ. അടിപൊളി. ഇത് കഴിഞ്ഞിട്ട് നേരെ സ്പായ് പെർഫെക്റ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ മെട്രോ കഴിഞ്ഞിട്ട് മറ്റേ ബാത്ത് ഹൗസ്. മസാജ് പാർലർ അല്ല, സ്പാ അല്ല, ബാത്ത് ഹൗസ്. അതൊരു സംഭവമാണ് കേട്ടോ. എനിക്ക് ഇത് ഉറപ്പാണ്. ഇതും ഇങ്ങനത്തെ ഒരു സെറ്റപ്പും നിങ്ങൾ ലോകത്ത് വേറെ എവിടെയും കണ്ടു കാണില്ല. ഇതൊക്കെ നടക്കുന്ന ഏക സ്ഥലം ചൈനയാണ്. ഞാൻ മെട്രോ ഒരു 300 മീറ്ററേ ഉള്ളൂ. അവിടെ വരെ ചെവിയിൽ തൊപ്പില്ലാതെ നടക്കാന്ന് വിചാരിച്ചാണ്. ഐസ് കുത്തിക്കേറുന്ന വേദന കാരണം വഴിയൊക്കെ തെറ്റിപ്പോകുന്നത്. നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് അങ്ങോട്ടാണ് മെട്രോ സ്റ്റേഷൻ. അങ്ങോട്ടാണ് മെട്രോ സ്റ്റേഷൻ. ഞങ്ങൾ നേരെയൊക്കെ നടന്നു പോകുന്നു, ബോധമൊന്നും ഇല്ല. വേഗം ഈ കണക്കിന് ഇന്ന് രാത്രി എന്തായിരിക്കും ഇത്ര പേരാന്നറിയോ സ്നോ ക്ലീൻ ചെയ്യാൻ. റോഡിലത്തൊക്കെ മറ്റേ വണ്ടി അതൊക്കെ നടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി അവൻ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഈ സ്റ്റെപ്സും അങ്ങനത്തെ സ്ഥലത്തൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇവര് വന്ന് ക്ലീൻ ചെയ്യും. അല്ലാതെ ആ ഹോട്ടലുകാർ തന്നെ ക്ലീൻ ചെയ്യണം എന്നൊന്നുമില്ല. അടിപൊളി. വെറുതെ അല്ല, ഇത്രയും എളുപ്പം. നമുക്ക് ഇത്രയും സ്നോ ഉണ്ടെങ്കിലും നടക്കാനൊക്കെ ആയിട്ട് സ്നോഫോൾ വീഴുന്നു, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹായ് ഗൈസ്, ഞാൻ വീണ്ടും പറയുന്നല്ലേ, വാട്ട് മേക്സ് ചൈന സോ യൂണിക് ഇസ് ദാറ്റ് വേറെ എവിടെ
ചേട്ടൻ വന്നിരിക്കുന്നത്. ഇറങ്ങി ഇവിടെയൊക്കെ ചെറുതായിട്ട് സ്നോഫോൾ വീണിട്ടുള്ളൂ കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സ്നോഫോൾ ഉണ്ട്. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കും. ഇവര് ഇതൊക്കെ കണ്ട അറ്റത്ത് അവിടെ കണ്ട ഓരോ ഷോപ്പിന്റെ കമ്പി വരെ അവര് സ്നോ മാറ്റി ക്ലീൻ ചെയ്തു. ഗവൺമെന്റ് വർക്കേഴ്സ് ആണ്, അല്ലാതെ ഇവരുടെ കടക്കാരുടെ വർക്കേഴ്സ് അല്ല. ഇങ്ങനെ നടന്ന് അതെ ഇതൊക്കെ സിഗ്നലിൽ വന്നാൽ പോലും സിഗ്നൽ വീഴുമ്പോ ഓടിപ്പോയി ക്ലീൻ ചെയ്യും. അൺബിലീവബിൾ എന്താ വർക്ക് എത്തിക്സ് ആണ് ഈ ചൈനക്കാരുടെ. ഹാർബിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ, ഭയങ്കര ഇന്നിപ്പോൾ ബിഗ് ഡേ ആണ്, പക്ഷേ മെയിൻ ഏരിയ ആണ് ഇത്. പീപ്പിൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സബ്വേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങിയത്. ഞാൻ ഷാങ്ഹായ് ബീജിങ്ങിൽ പോയിട്ടില്ല, പക്ഷേ ഗങ്ജാവ് ഷെൻസനിലൊക്കെ പോകുമ്പോൾ ഫുൾ വണ്ടികളും ട്രാഫിക്കും കെയോസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സൈലൻ്റ് ആണെങ്കിൽ പോലും ഹാർബിനിൽ എവിടെയും ഞങ്ങൾ ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടില്ല. വണ്ടികളെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മേ ബി ഹാർബിൻ്റെ റോഡ്സ് ഇത്രയും വീതി ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ ഒരു കാം ഫീലിംഗ് ആണ് ഹാർബിൻ മൊത്തം. ഇതൊരു നിഗമനം വെച്ചിട്ട് ഇതാണ് സ്ഥലം എന്ന് തോന്നുന്നു. ഇവർ പേരൊന്നും എഴുതിയിട്ടില്ല. ഐ മീൻ അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ കയറി ചോദിക്കാം. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് ഇന്ത്യക്കാരെ കയറ്റിയാൽ മതിയായിരുന്നു. സാധാരണ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചിലപ്പോൾ അവരവരുടെ ആൾക്കാരെ മാത്രമേ കയറ്റാൻ സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് കയറ്റും. അവരിവിടെ നമുക്ക് ചെരുപ്പും തരും, അതുപോലെ തന്നെ ഒരു ലോക്കർ ബാൻഡും തരും. എനിക്ക് ഇതിലായിരിക്കും എല്ലാ പേയ്മെൻറ്റും എല്ലാ സെറ്റപ്പും ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇവിടുത്തെ ഇത് മൊത്തം ബാത്ത് ഹൗസ് ആണ്. ഫസ്റ്റ് ഫ്ലോർ ലോബി, ഷൂ ചേഞ്ചിങ് അത് നമ്മൾ ചെയ്തല്ലോ. മെൻ സൂപ്പ് അതെന്താന്ന് അറിയില്ല ഇംഗ്ലീഷ്. മെന്നിന്റെ സൂപ്പ്, പെണ്ണുങ്ങളുടെ സൂപ്പ്, ഗസ്റ്റ് റൂം ഏരിയ, ചെസ് ആൻഡ് കാർഡ്. അത് കഴിഞ്ഞിട്ട് 5th ഫ്ലോറിൽ റെസ്റ്റ് ഏരിയ, ക്യാൻസലേഴ്സ് ഏരിയ, ഡൈനിങ് ഏരിയ, ബാർ, വീഡിയോ ഗെയിം, സ്വീറ്റ് സോൺ, ലെഷർ സോൺ, സ്മോക്കിംഗ് ഏരിയ, ഫ്രൂട്ട് ബാർ, ഡ്രിങ്ക് സെക്ഷൻ, മൂവി തിയേറ്റർ, മാനിക്യൂർ, ബ്യൂട്ടി, ഹെയർ ഡ്രസ്സിംഗ്. ഇത്രയും സംഭവങ്ങളാണ് ഒരു ബാത്ത് ഹൗസിൻ്റെ അകത്തുള്ളത്. റേറ്റ് ചെയ്യാൻ ലാസ്റ്റ് ടൈം അറിയുള്ളൂ. ഇതാണ് മെൻസിന്റെ ബാത്ത് ഏരിയ. എന്ത് രസവും നോക്ക്, ഹൈ എൻഡ് ലക്ഷറി പോലെ. ചൈന ഇസ് ഓസം. എല്ലാവർക്കും നല്ല ഇതാട്ടോ. ഇതുവരെ അവരൊരു ഹാപ്പി, അവരുടെ രാജ്യത്തിനെ കാണിക്കാനല്ലേ. ബ്യൂട്ടിഫുൾ നോ. ഡ്രസ്സിംഗ് റൂം ഏരിയ വരെ നോക്കിക്കേ. ഈ സെയിം ലോക്കർ നമ്പറാണ് നമുക്ക് ഇവിടെയും തന്നിരിക്കുന്നത്. സോ മറ്റേ NFC പോലെ വെച്ചാണ് ഓപ്പണും ക്ലോസ് ഒക്കെ. ബാത്ത് ഹൗസിൽ നമുക്ക് പല്ല് തേക്കാനും അതുപോലെ തന്നെ എല്ലാ ടോയ്ലറ്ററീസും കോസ്മെറ്റിക്സും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ക്ലീനാന്ന് നോക്ക്. ഇത് ഒരു 2 മണിക്കൂർ ഗ്യാപ്പിന് ശേഷം വീഡിയോ എടുക്കുവാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ ഇത്? ഒരു മിനിറ്റ് നോക്ക്, ഡെക്കറേഷൻസ് നോക്ക്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറയണ്ടേ? വെയിറ്റ് ചെയ്യണ്ട. റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുൾ റൂംസ് ഒക്കെ ഉണ്ട്. പ്രോപ്പർ താമസിക്കാൻ പറ്റിയ റൂംസ് ആണ്. അതെനിക്കൊന്ന് ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലം. ഇറ്റ്സ് ലൈക്ക് എ വെരി സ്പേഷ്യസ് റൂം വിത്ത് സം നൈസ് ബാത്റൂം. ഇതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് നമ്മൾ കാർഡിൽ ടാപ്പ് ചെയ്താൽ പൈസ പോവും. അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ റൂംസും കൂടെ ഉണ്ടെന്ന് കാണിക്കുവാണ്. ഈ സ്ഥലം എന്ത് മാജിക്കലാണെന്നറിയോ. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കയറി അവിടെ വരെ കാണിച്ചല്ലോ, ജസ്റ്റ് ഹെയർ ഡ്രയറിൻ്റെ സ്ഥലം വരെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഡ്രസ്സ് വരണം, ഫുൾ നേക്കഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഷവർ എടുക്കും. ഷവറിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു വലിയ സൈസ് പൂളുണ്ട്, സ്വിമ്മിങ് പൂൾ. ഓൾമോസ്റ്റ് ഇത്രയും ആഴമുള്ളത്. അത് ഫുൾ 40 ഡിഗ്രീസിൻ്റെ ചൂടുവെള്ളമാണ്. അതിൽ നമ്മൾ കുളിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് എവ്രി വൺ ഇസ് ന്യൂഡ്. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര സംഭവം, പക്ഷേ ഇവർക്കത് ഒന്നും ഇറ്റ്സ് ലൈക്ക് നോർമൽ. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ യൂസ്ഡ് ആയി. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളൊരു അരമണിക്കൂർ അധികം വെള്ളത്തിലിരുന്ന് നേരെ സോനാബാത്തിൽ പോയി. സോന ബാത്ത് എടുത്തിട്ട്, സ്റ്റീമില്ല കേട്ടോ, സോന എടുത്തിട്ട് ഇവിടെ വേറൊരു പെയ്ഡ് സർവീസ് ഉണ്ട്. അങ്കിൾസ് എന്ന് പറയും. ഇവരൊക്കെ അങ്കിൾസ് എന്ന് പറയുന്നത് വലിയ പ്രായത്തിൻ്റെ അല്ല, അവർ ചെയ്യുന്ന ജോലിയുടെയാണ്. ഈ അങ്കിൾമാർ നമുക്ക് ഒരു ഓപ്ഷൻസ് ഉണ്ട് മസാജിൻ്റെ. മസാജ് അല്ല, ആക്ച്വലി അവർ കയ്യിൽ ചകിരിയിട്ട് കുളിപ്പിക്കാം. നമ്മൾ ടർക്കിയിലൊക്കെ ചെയ്തു. പക്ഷെ അതിൻ്റെ വേറൊരു ഇൻറ്റൻസ് വേർഷനാണ്. ഈ മാല പൊക്കി അവിടെ വരയ്ക്കും, ഈ മോതിരം മാറ്റി അവിടെ വരയ്ക്കും. അങ്ങനെ നല്ല വൃത്തിയായി നമ്മുടെ ബോഡി ഫുൾ ചെയ്യും. അതെ. അപ്പം എനിക്കൊന്ന് ജെഫ്രിന് ഒരാഴ്ച കുളിക്കണ്ട. ഇനി എന്നോട് ഇന്ന് വൈകുന്നേരം കുളിക്കാൻ പറയില്ല. കാര്യം ഞാൻ പറഞ്ഞില്ല. അത് രസം അതല്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തുണിയിലാണ്ട് സെൽഫി എടുക്കുന്നത്. അതേം പറയാം. അപ്പൊ ഈ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് മസാജല്ല, സ്ക്രബിങ് മൊത്തം കഴിഞ്ഞിട്ട്
നമ്മൾ പിന്നെയും പോയി ഷവർ ചെയ്യണം. ഇവിടെ ഈ ടോയ്ലറ്ററീസ് ഇൻക്ലൂഡിങ് ടൂത്ത് ബ്രഷ് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്ററീസ് ഒക്കെ വേറെ ക്വാളിറ്റി ലെവലാണ് ഈ വെച്ചിരിക്കുന്നത്. ഈ മസാജിന് മാത്രമുള്ള എക്സ്ട്രാ പൈസ, മസാജ് അല്ല സ്ക്രബിന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്ക്രബ് കഴിഞ്ഞ് ജെഫറിന് തുണിയില്ലാതെ അങ്കിളിൻ്റെ കൂടെ സെൽഫി എടുക്കുന്നത്. രണ്ടങ്കിൾ വരെ സെൽഫി എടുത്ത് അത് നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ പോകുന്ന നമുക്ക് കാണാവേ. അത് കഴിഞ്ഞ് നമുക്ക് ക്രീമും അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. മോയ്സ്ചറൈസർ, ഇയർബഡ്സ്, മൗത്ത് വാഷ് ഒക്കെ അതെല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ഡ്രസ്സ് ഇട്ട് വന്നതാണ് നിങ്ങൾ ഈ കണ്ട റൂം. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതെല്ലാത്തിനും കൂടെയാണ് ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്ന റേറ്റ്. നിങ്ങൾ പേടിച്ചു പോകരുത്. ഇതിന്റെ ഒരു ആംബിയൻസ് നോക്ക്, ഒന്ന് ആംബിയൻസ് നോക്കിക്കേ. ഇനി ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇനി നമുക്ക് വീഡിയോ എടുക്കാം. ഷോ, ഈ സ്ഥലം കണ്ട ആരെങ്കിലും ഗസ് ചെയ്യും നമ്മൾ എവിടെയാ വന്നിരിക്കുന്നതെന്ന്? കയറി വരുന്നത് ഇവരുടെ ലൗഞ്ച് ഏരിയ, റിലാക്സിങ് ഏരിയയിലാണ്. ഇവിടെയൊക്കെ വീഡിയോ ഒരു കുഴപ്പമില്ലാതെ എടുക്കാം. ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഡിസൈനൊക്കെ നോക്കിക്കോ, എൻ്റെ അമ്മോ. തന്നെ ഹാഗൻ ഡാസിൻ്റെ ഐസ്ക്രീം, ദിസ് ഇസ് ടോട്ടലി ഫ്രീ എന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് ഹാഗൻ ഡാസിൻ്റെ ഐസ്ക്രീം ആദ്യമേ തന്നെ കഴിക്കാം, കിട്ടുവാണെങ്കിൽ അല്ലേ കേട്ടാ. അപ്പോൾ ആദ്യം കുക്കീസ് ആൻഡ് ക്രീം എല്ലാം ആയിരിക്കും. അത് മതിയോ? ഇത് മാംഗോ ആയിരിക്കും. പറ്റില്ലെങ്കിൽ അടുത്ത് മേടിക്കാം. അത് വാങ്ങാം. എൻ്റെ അമ്മോ, ഹാഗൻ ഡാസിൻ്റെ ഐസ്ക്രീം അൺലിമിറ്റഡ്. എൻ്റെ അമ്മ, നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ട് വീഡിയോ ഗെയിംസ് ഒക്കെ വെച്ചിരിക്കുന്നു. വീഡിയോ ഗെയിംസ് പ്ലേ, മറ്റേ ലക്കി സാധനം, ലക്കി ബോക്സസ്, ക്ലോ മെഷീൻസ്. അത് പെയ്ഡായിരിക്കും ചിലപ്പോൾ കേട്ടാ. നോക്കിക്കേ, ഇതൊക്കെ പെയ്ഡായിരിക്കും. അതെ, PS4 ഉണ്ട് ഇവിടെ, അത് ഫ്രീ ആണ്. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മുടെ ഈ എൻട്രൻസിൽ. കുറച്ചേരം വീഡിയോ ഗെയിം കളിച്ചാലോ? വേറെ ഒന്നും ഇന്ന് ഫുൾ റിലാക്സിങ്. അടിപൊളിയല്ലേ? എത്ര സ്ഥലത്ത് പോയി മസാജും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈവൻ ടർക്കി, ജോർജിയ എല്ലാം ചെയ്തിട്ടുണ്ട്. മസാജ് ചെയ്യും, ചിലപ്പോൾ ഒരു ചായയും പോലെ കുറച്ച് സ്വീറ്റ്സും എല്ലാം തരും. ഇത് മസാജ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ആണ്? ഐസ്ക്രീം അതൊക്കെ കണ്ടല്ലേ, പ്ലേ സ്റ്റേഷൻ ഏരിയ ഐസ്ക്രീം ഒക്കെ അൺലിമിറ്റഡാ. അതൊക്കെ അൺലിമിറ്റഡാ. ഇവ ഗെയിംസ് ഒക്കെ അൺലിമിറ്റഡാ. ഇനിയാണ് ജെഫറിനെ ഷോക്ക് ആക്കാൻ പോകുന്നത്. നടക്ക്. ഈ കാണുന്ന ഫ്രൂട്ട് ജ്യൂസ് ബാർ, everything is unlimited and complimentary. Everything. Everything is complimentary, guys. ഇത് എന്ത് ചെയ്യും നോക്ക് ഞങ്ങള്. ഈ കാണുന്നത് എല്ലാം റെഡ് ബുൾ തൊട്ട് എന്ത് ആപ്രിക്കോട്ട് ജ്യൂസ്. വാവ്, അത് ബോയിൽഡ് ഡ്രിങ്ക്. അപ്പൊ ഹോട്ട് ആയിരിക്കും ചിലപ്പോ. എന്തൊക്കെ വെറൈറ്റി ഞാൻ ഒന്ന് ഡീറ്റെയിൽഡായി കാണിക്കട്ടെ. പല ടൈപ്പ് ജ്യൂസസും. എനിക്ക് തോന്നുന്നു മേളിൽ ഗ്രീൻ ടീ ആണ്. ഇതെന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ എന്തൊക്കെയോ ഇവരുടെ ലോക്കൽ ഡ്രിങ്ക്സ് ആണ്. പിന്നെ നോക്ക്, ഇതെല്ലാം കോംപ്ലിമെൻ്ററി. ഇത് ലെമൺ ടീ ആൻഡ് ഇത് പിയർ, ഗ്രീൻ ടീസ്, ആപ്പിൾ സൈഡർ വിനേഗർ. ആപ്പിൾ സൈഡർ വിനേഗർ. പിന്നെ ഇവരുടെ കുറേ ഹെൽത്തി ഡ്രിങ്ക്സ്, റെഡ് ബുള്ള്, ഇത് മിൽക്ക്, അഡോപ്റ്റ് എ കൗ, മിൽക്ക് ഷേക്ക് ആയിരിക്കും, യോഗേർട്ട്. ദേ ഹാവ് യോഗേർട്ട്സ് ഓവർ ഹിയർ. ആൻഡ് ഇതൊക്കെ ഓരോ, ഇത് വോൾട്ടൺസിൻ്റെ വെനില സോഡ. വാവ്, വെനില സോഡ. സോ ദാറ്റ് ഈസ് ലുക്കിംഗ് നൈസ്. പിന്നെ ഇതൊക്കെ ചെറിയ ഡ്രിങ്കാണ്. ഇത് നോക്ക്, പ്രൂൺ ജ്യൂസ്. പ്രൂൺ ഭയങ്കര ഹെൽത്തി സംഭവം, ഞാൻ കഴിക്കും പ്രൂൺ ജ്യൂസ്. പിന്നെ ഇതെന്തോ പാൻഡയുടെ ഒക്കെ ഡ്രിങ്ക്. ഇത് എനിക്കൊന്ന് മിൽക്ക് ഷേക്സ് ആയിരിക്കും, സ്ട്രോബെറി ആൻഡ് വെനില. ഇത് കോൾഡ് കോഫി. കോൾഡ് കോഫി, മിൽക്ക് കോഫി. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും എന്തൊക്കെയോ ഡ്രിങ്ക്സ് ഇങ്ങനെ ഇരിക്കുവാണ്. ഇതെല്ലാം ഡ്രിങ്ക്സ്. പിന്നെ ഇവിടെയും കുറേ മിൽക്ക് ഷേക്സും ഡ്രിങ്ക്സും, സ്ട്രോബെറി, ആപ്രിക്കോട്ട്, ലിച്ചി, ആപ്പിൾ, പല രീതിയിലുള്ള ഡ്രിങ്ക്സ് ആണ് ഇരിക്കുക. ഞങ്ങളൊരു 5 ടേസ്റ്റ് ചെയ്തിട്ടേ പോവുള്ളൂ. ഈ വെള്ളമൊക്കെ വെച്ചിരിക്കുന്നത് ഈ ബ്രാൻഡിന്റെ പേര് എല്ലാം അറിയായിരിക്കും. അറിയാത്തവർക്ക് അറിയാം ഇതിനൊക്കെ ശരിക്കുള്ള റേറ്റ്. നിങ്ങൾ ഇതൊക്കെ നോക്കി വെച്ചോട്ടാ. ഞാൻ ലാസ്റ്റ് റേറ്റ് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടണം. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും എത്രയാ റേറ്റ് എന്ന്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ റേറ്റ് പറയാം. ഒന്നും പോരാതെ ജ്യൂസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രൂട്ട്സ് അങ്ങോട്ട് വെച്ചിരിക്കുവാണ് അവര്. എനിക്ക് വെച്ചിരിക്കുന്ന നോക്ക്, ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നമ്മൾ സെലക്ട് ചെയ്താൽ അവർ ഫ്രഷ് ആയിട്ട് അരിഞ്ഞ് നമുക്ക് തരുന്നതായിരിക്കും. ഏത് സെലക്ട് ചെയ്യേണ്ടതൊരു പിടുത്തമില്ലല്ലോ. നമുക്ക് ആദ്യമേ ചക്ക എടുക്കാം. ഫ്രീ ചക്ക എടുക്കാം, പേരക്ക എടുക്കാം,
ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്ക്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിയർ ഉണ്ട്, പൈനാപ്പിള്, വാട്ടർമെലൺ, മെലൺ, ഗ്രേപ്സ്, ഗ്രീൻ ആപ്പിള്, ചെറി. ഇവരെല്ലാം ഫ്രഷ് ആയിട്ട് ഇങ്ങനെ കൊടുക്കും കേട്ടോ. ഇത് തൽക്കാലത്തേക്ക് ഇത്രയല്ലേ തുടങ്ങാം. ഡൈനിങ് സ്പേസസ് വേറെ. ഇത് പെയ്ഡാണ് പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സോ എക്സ്പെൻസീവ്. നമുക്ക് നോക്കാം, വിശന്ന് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് പോർക്കും കുറച്ച് നൂഡിൽസും ഒക്കെ അടിച്ച് കയറ്റാം വേണമെങ്കിൽ. എല്ലാം ഒരു 350 അതൊക്കെ ഉള്ളു. ഫ്രൈഡ് റൈസിന് 200. ആ കുഴപ്പമില്ല. അപ്പൊ എല്ലായി നമ്മളിനി ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകും, കടക്കാൻ വേണ്ടി മാത്രം. അതെ, കിടന്നുറങ്ങാനും റിലാക്സ് ചെയ്യാനും ഉള്ള സ്പേസ് വേറെ. അതിതാണ് സൈലന്റ് സോൺ പോലെ. ഇതൊക്കെ ഫ്രീ ആണ്, ഇതിനൊന്നും എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. ഇത് ആപ്രിക്കോട്ട് ബോയിൽ ഡ്രിങ്ക് ആണ്. ഇതെങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് ആപ്രിക്കോട്ട് ഡ്രിങ്ക് വിത്ത് ടീ, നമ്മുടെ ബ്ലാക്ക് ടീയിൽ മിക്സ് ചെയ്തിരിക്കുവാണ്. സോ കുറച്ച് ബിറ്റർനെസ് ഉണ്ട്, പക്ഷേ യു ക്യാൻ ടേസ്റ്റ് ദ ഹെൽത്ത് ഓഫ് ദിസ്. ഇത് കുടിച്ച് എനിക്കൊന്ന് പകുതി എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. അത്രയും ഒരു ന്യൂട്രീഷ്യസ് ഡ്രിങ്കിന്റെ ടേസ്റ്റ് ആണ്. ജെഫറിനൊന്നും പറ്റില്ല ഇത്. നാട്ടിൽ നിന്ന് ചൈനയിൽ വന്നിട്ട് ചക്കപ്പഴം കഴിക്കുന്നു. കൊള്ളാവോ? അടിപൊളി. ഞാൻ ചക്കയുടെ ഫാനല്ല. മധുര ആണോ? നോക്കട്ടെ, പറഞ്ഞ സ്ഥിതിക്കാൻ കഴിച്ചു നോക്കട്ടെ. ഓ ഇല്ല, കണ്ടാൽ തോന്നും അത്രയും മഞ്ഞ അല്ലാത്തതുകൊണ്ട് മധുരം ഇല്ലാന്നും. ഭയങ്കര മധുരം, പിന്നെ ചെറിയ തണുപ്പും കൂടെ ഉള്ളതുകൊണ്ടേ സൂപ്പർ. ഇവിടെ ഈ പച്ച മുന്തിരിയാണോ നോക്കട്ടെ. എന്തൊരു സൈസ് ഇത്. ഭയങ്കര ടേസ്റ്റ്. ഇതിനോ? ഞാൻ ഭയങ്കര പുളിയായിരിക്കുന്നു. ഒന്ന് കടിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ ജ്യൂസ് തെറിക്കുന്ന പോലെയാ. ഒരു ഷോട്ട് ഇല്ലേ, നമ്മളെ വോഡ്ക ഷോട്ട് എന്നൊക്കെ പറയുന്നത്, അതൊരു ഓരോ ഗ്രേപ്പും ഓരോ ജ്യൂസിന്റെ ഷോട്ടാ. ഒരു റെഡ് ഗ്രേപ്പ്, അതാ അതിനെക്കാട്ടി മധുരം, ഭയങ്കര മധുരം. ഇത് ഇത്ര നല്ല ഫ്രൂട്ട്സ് ഇവിടെ ഇവര് തന്നെ ഇവിടെ വന്ന് വളർത്തുന്ന വല്ല ആണോന്ന് അറിയില്ല. വല്ല ചൈനീസ് മരുന്നൊക്കെ ഇട്ട് ഭയങ്കര മധുരം കേട്ടോ ഈ ഫ്രൂട്ട്സിനൊക്കെ. തന്നെ ആയിരിക്കും ഉള്ളതിൽ മധുരം കുറവ്, കണ്ടിട്ട് അത്ര റെഡ് അല്ല. എന്താ നല്ല മധുരമുണ്ട്, പക്ഷെ ഈ രണ്ട് മധുരം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മധുരം കുറച്ച് കുറവായി തോന്നി. നല്ല സാധനം. നമുക്ക് പയ്യൊന്ന് അപ്പുറത്തൊക്കെ നടക്കണം. അടുത്ത് 2 ഡ്രിങ്കും കൂടെ എടുത്തിട്ട് പോയാൽ മതി. ആപ്രിക്കോട്ട് ഡ്രിങ്ക് കഴിഞ്ഞു. അതെങ്ങനെയുണ്ട്? കോൾഡ് കോഫി സെറ്റാ? ഇതിലൊരു കറക്റ്റ് അടിക്കും. ഭയങ്കര മധുരമില്ല. ഓക്കെ, എന്നാ ഒരു ഞാൻ പോയി എടുക്കട്ടെ. അതാ ജെഫറിന്റെ കംപ്ലക്ഷൻ ഒക്കെ മാറി കേട്ടാ ക്യാമറയില് ഒരു തിളക്കം വരയ്ക്കുമായിരുന്നു. സോ ഞാൻ ഇവിടെ ഒരു മാച്ച ഐസ്ക്രീം എടുത്തു. ഞാൻ മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഡ്രിങ്ക്സ് ആണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഹാഗിൻഡാസ് അല്ലാതെ വേറെ ഐസ്ക്രീം ഉണ്ട്, ഇതിൽ ഇംഗ്ലീഷ് എഴുതുകൊണ്ട് എടുത്തു. റോസ്റ്റ് ചെസ്നട്ട് പേസ്റ്റ് ഐസ്ക്രീം. എടുത്ത ഐസ്ക്രീം മാച്ച, അത് കഴിക്കില്ല. ഇഷ്ടപ്പെട്ടു മാച്ച? എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് ഉറപ്പത്. എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല എക്സോട്ടിക്, അത് അത്രയും പോലും ഇഷ്ടപ്പെടില്ല. ഇത് മറ്റേ ചെസ്നട്ടാ. ഞാൻ ചെറിയ എടുത്തിട്ടുണ്ട്. പറഞ്ഞില്ല ഇഷ്ടപ്പെടില്ല എന്ന്. വേറെ ഐസ്ക്രീം എടുക്കാൻ പോവാട്ടാ ഇഷ്ടപ്പെടാതെ. ജെഫറിന്റെ ഔട്ട് ഓഫ് ദി ഓർഡിനറി ടേസ്റ്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇത് പക്ക മാച്ച, അധികം മധുരമില്ലാത്തൊരു മാച്ച ടീ കുടിക്കുന്ന റിച്ച് ഫ്ലേവർ. ഹാഗൻഡാസ് ആയതുകൊണ്ട് അറിയാമല്ലോ, ഇറ്റ് വിൽ ബി ആസ് ക്ലോസ് ടു ദി ഒറിജിനൽ ടേസ്റ്റ് ഓഫ് ദി ഫുഡ് അല്ലെങ്കിൽ ഓഫ് ദ ഫ്ലേവർ. റോസ് ചെസ്നട്ട് ആണ് ഇതിൻ്റെ ടേസ്റ്റ്. നോക്കട്ടെ. ഓ ഫുൾ ഒരു റോസിൻ്റെ ഫ്ലേവർ വിത്തൗട്ട് ഷുഗർ ആണ്. ഇതിന് ഷുഗർ ഒട്ടുമില്ല, റോസിൻ്റെ ഫ്ലേവറാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. റോസ്റ്റഡ് ചെസ്നട്ടിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ട്. എക്സോട്ടിക് ടേസ്റ്റ് ആണ്. ഐ ലവ് സച്ച് ടേസ്റ്റ്. എനിക്ക് ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ഈ വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ് അതിലൊന്നും വലിയ താല്പര്യമില്ല. ശരിക്കും റോസ് ഇവരുടെ അതാണ്, ഇവരെന്താണ് എഴുതിയിരിക്കുന്നത് എക്സാക്ട് ഫ്ലേവർ കിട്ടും. ഇത്രയും ഷുഗറും ഇല്ല. ഐ ലവ് സച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഡെസേർട്സ് ഒക്കെ. ഓ ഇറ്റ്സ് ജസ്റ്റ് സോ ബിറ്റർ. ഭയങ്കര കയ്പാണ്. എന്താണെന്ന് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. സോ ബിറ്റർ. അല്ല, ഏതോ ഒരു ടൈപ്പ് ടീ ആണ്.
ഞാൻ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കുന്നത് അറിയോ, അതിന്റെ ബെനിഫിറ്റ്സ് വിൽ ബി സോ ഗുഡ്. അതുകൊണ്ട് ഇങ്ങനത്തെ ടേസ്റ്റ് കിട്ടിയാലും ഞാൻ ഫുൾ കുടിക്കും കേട്ടോ. എന്തോ ഒരു ടൈപ്പ് ടീയോ അല്ലെങ്കിൽ എന്തോ ഭയങ്കര ന്യൂട്രീഷ്യസ് ഡ്രിങ്കാ. കാരണം ദ മോർ വേഴ്സ് ഇറ്റ് ടേസ്റ്റ് മോർ ഹെൽത്തിയർ ഇറ്റ് ഈസ്. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ശ്രദ്ധിച്ചോ, ഏജ്ഡ് ആണെങ്കിലും യങ് ആണെങ്കിലും കൂടുതൽ വരുന്ന കപ്പിൾസ് ഇവിടെ ബാക്കിലൊക്കെ കെട്ടിയെങ്കിൽ കൊണ്ടുവരാറുന്നല്ലോ ആരെങ്കിലും ഇവിടെ റിലാക്സ് ചെയ്യാനായിട്ട്. അത് മതി. അടുത്ത തവണ അന്തു മേരിയൻ, ദില്ലു പ്രിയ, ജെഫ്രിൻ ആൻഡ് ആഷ് എല്ലാരും കൂടെ കൂടി ചേർന്നു. പച്ച കുക്കുംബർ അവിടെ കുറെ പേര് നടന്നോണ്ട് കഴിക്കുന്നു. എല്ലാം മുതലാക്കിയിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ, ഒന്നിനും ബാക്കി വെക്കില്ലേ. കുക്കുംബറും ഒരു വാനില മിൽക്ക് ഷേക്ക് ആണെന്ന് തോന്നുന്നു. ചെറിയല്ല അത് എനിക്ക് ടൊമാറ്റോ തോന്നുന്നു. ജെഫ്രിൻ വെറുതെ കണ്ടിട്ട് മൊത്തം തീർത്തോണം കേട്ടല്ലോ. ഐസ്ക്രീം ഡേ ബാക്കി വെച്ചിട്ടുണ്ട്, അതും തീർത്തോണം. ഇത് ദില്ലു കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ പറഞ്ഞു വാക്ക് തെറ്റിക്കരുത്, മര്യാദയ്ക്ക് അത് മൊത്തം തീർത്തോ. ആക്രാന്തം കൊണ്ട് എല്ലാം ഇങ്ങനെ എടുത്തോണ്ട് വരും. എന്നിട്ട് എനിക്ക് ഇച്ചിരി ചോറ് മേടിച്ചു തരും. അങ്ങനെ തണുത്ത കുക്കുംബർ, കുറച്ച് ഉപ്പും കൂടെ കിട്ടിയെങ്കിൽ പൊളിച്ചാന്. ഇച്ചിരി മുളക് പൊടിയും. അത് വേണ്ട, ഉപ്പ് മാത്രം മതി എനിക്ക്. കുക്കുംബറും ഉപ്പും ഭയങ്കര ടേസ്റ്റാ. എന്താന്നറിയോ ജെഫ്രി, ഇതില് ഇൻഫ്രാറെഡ് ഉണ്ട്, ഉപ്പുണ്ട് ഈ റൂമില്. കണ്ട മുകളിലൊക്കെ കണ്ട മൊത്തം ഉപ്പാ. നമ്മുടെ ബ്രീത്തിങ്, സ്കിന്ന് മോയ്സ്ചറൈസിങ് എല്ലാം കൂടെ കൂടാനാണ് കേറി കിടന്ന് ഒരു 10 മിനിറ്റ്. 63 ഡിഗ്രി സെൽഷ്യസ്. എന്താ ഇവരിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഈ വിലയില്ലേ? ആ അതെ, ഇവിടെ ഇങ്ങനെ പോയി മുകളിലൊക്കെ നമുക്ക്, ഞാൻ മുകളിലൊക്കെ കയറിയൊന്നും എല്ലാം നിങ്ങളെ കാണിക്കണ്ടേ, എക്സ്പ്ലോർ ചെയ്യട്ടെ. ഇതൊക്കെ വേറെ ഇവിടെ കാണാൻ പറ്റും ലോകത്ത്. ഇവിടെ കുറച്ചും കൂടെ ചൂട് കൂടുതല. നോക്കട്ടെ. ഹായ്, കൊള്ളാമല്ലോ. അത് പുതപ്പാണോ? ഇതാ ഞാൻ പറഞ്ഞത്, കെട്ടാത്തതിന്റെ പ്രശ്നമാണ്. കെട്ടിപ്പിടിക്കാൻ ആരും ഇല്ല, അത് പില്ലോ മാത്രമേ ഉള്ളൂ. കെട്ടിപ്പിടിക്കാൻ താല്പര്യമുള്ള ഒരു മെസ്സേജ് കേട്ടോ ജെഫ്രിനെ. ഒരു 15 മിനിറ്റ് കിടക്കണേ. 15 മിനിറ്റ് പിന്നെ പോയി കുളിക്കേണ്ടി വരും. വേണ്ട, വേർക്കും. ഏത്? എനിക്ക് വേർക്കാൻ ഇഷ്ടമല്ല. 5 മിനിറ്റ് കിടക്കാം. അടുത്ത് എന്താ എഴുതിയിരിക്കുന്നത് അറിയാം? ഇത് വോൾക്കാനോന്നുള്ള റോക്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അത് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് കുറെ അയോൺസ് എമിറ്റ് ആവുന്നു. അത് നമ്മുടെ ഉറക്കം ശരിയാക്കും, വിശപ്പ് കൂട്ടുന്നു. ഇച്ചിരി കുറവാ എനിക്ക്, വിശപ്പ് കുറവാ ഈയിടെയായിട്ട്. ഉറക്കവും വിശപ്പും കുറവാ. ഇതൊക്കെ അപ്പൊ വോൾക്കാനോയിൽ നിന്ന് ഉണ്ടാക്കുന്ന റോക്സ് വെച്ച് അവരൊരു തെറാപ്പി റൂം ചെയ്തു വെച്ചിരിക്കുന്നു. അയോൺസ്, എനർജി അയോൺസ്. ഇത് മൊത്തം നോക്ക്, വോൾക്കാനിക് റോക്സ് ആണിത്. പറക്കായിരുന്നു അല്ലേ? ഇവിടൊക്കെ ഇങ്ങനെ വന്ന് കുറച്ചു നേരം കിടക്കാം. ആക്ച്വലി വിശപ്പ് കൂടി. 5 മിനിറ്റ് എൻ്റെ തിരുന്നപ്പോ വിശപ്പായി. കണ്ട സ്ഥലത്ത് ഇരുന്നത് എനിക്ക് വിശക്കും. ഒരു റൂമും കൂടെ ഉണ്ട്, 50 ഡിഗ്രി. നമ്മൾ വോൾക്കാനോ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത് മഡ് റൂമാണ്. ഇതിന്റെ മെയിൻ തിങ് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടും, മെറ്റബോളിസം കൂട്ടും എന്നാണ് പറയുന്നത്. മെറ്റബോളിസം എന്തിനാ കൂടുതൽ കഴിക്കാനല്ലേ? മണ്ണം വെക്കരുത്. ഇതിനൊരു ആയുർവേദ മണമില്ലേ? കേരളത്തിൽ നിന്ന് എന്തോ അരച്ചുകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു മണം കേട്ടോ ഇതിന്റെ അകത്ത് കിട്ടുന്നത്. അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇവർ ജെനുവൻലി നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ള രീതി തന്നെ തുടങ്ങിയിരിക്കുക. ഒന്ന് ആലോചിച്ച്, നമ്മളിവിടെ കണ്ട ചൈനക്കാർ എല്ലാവരും ഇത്രയും വലിയ പാത്രത്തിൽ ഹെവി ആയിട്ട് ഫുഡ് കഴിക്കണം. അതെ, എന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. എനിക്കത് അവർ ഇതൊക്കെ റെഗുലറായി ചെയ്യും. പിന്നെ നടപ്പ് ഒരുപാടുണ്ടല്ലോ. ഇതൊക്കെ റെഗുലറായിട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. അതെ, ഇത്രയും പൈസയിലേ ഉള്ളൂ. രണ്ടാമത്തെ സാധാരണക്കാർക്ക് വരെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു സാധാരണ ഒരാൾക്ക് എല്ലാ മാസവും 2-3 പോയി മസാജ് എടുക്കാൻ പറ്റും. ആയുർവേദിക് മസാജ്. അവിടെ ഒരു സാധാരണ മസാജിന് എത്ര രൂപ? അതെ, ഞാൻ പറഞ്ഞ ട്രീറ്റ്മെന്റ് അല്ല, വെറുതെ അവരുടെ ബേസിക് ഹെൽത്തിന് വേണ്ടി ഒന്ന് മസാജ് ചെയ്യാൻ എത്ര പേർക്ക് പറ്റും? എത്ര രൂപയാവും? അതും കറക്റ്റാ. കൊള്ളാം. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൈവറ്റ് ഏരിയ ഒക്കെ എടുക്കാം കേട്ടോ. ഫ്രീ ആണെങ്കിൽ ഇത് എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഇല്ല. ഈ സ്പേസ് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ എടുക്കാം. ഇതിനൊന്നും എക്സ്ട്രാ പേയ്മെന്റ് ഇല്ല. ഇതൊന്നും പോരാതെ ലൈബ്രറി പോലെ. ജെഫ്രി നോക്ക്, കയറി ഇരുന്ന് കഴിക്കാനും കിടക്കാനൊക്കെ ഉള്ള പ്രൈവറ്റ് സ്പേസസ്. ഇവിടെ
ഇവിടെയൊക്കെ ഇതുപോലെ ഗെയിമിംഗ് ഏരിയ, അവിടെ മാത്രമല്ല ഇങ്ങനെ പലയിടത്തും അവര് വീഡിയോ ഗെയിംസ് കളിക്കാനുള്ള ഏരിയ സെറ്റ് ചെയ്യുന്നു. അവിടെ പോയി ഇരിക്കുക. ഇതെന്താവോ ഈ ഏരിയ. അല്ലാതെ നമുക്ക് പെയ്ഡ് സർവീസ് ആയിട്ട് ഇവിടെ ബ്യൂട്ടി സലൂൺ ഉണ്ട്. കണ്ടോ, ദേ ഹാവ് എ ബ്യൂട്ടി സലൂൺ ഹിയർ. ഓൾ ദ സർവീസസ് വിച്ച് ആർ നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. സോ മാനിക്യൂർ, പെഡിക്യൂർ, അങ്ങനത്തെ എന്തെങ്കിലും നെയിൽ പോളിഷ് എന്തിടണമെങ്കിലും അതൊക്കെ ഇവിടെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊന്നും പോരാതെ ഈവൻ ഹാവ് എ മൂവി തിയേറ്റർ ഇൻസൈഡ് ദ മസാജ് ഹൗസ്. കൊള്ളാലോ. ഐസ്ക്രീമും കൊണ്ട് വരുമോ. ഇവിടെ ആക്ച്വലി ടേബിൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രൂട്ട്സും അതൊക്കെ വെക്കാനാണ്. ബ്ലാങ്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബീൻ ബാഗും നമുക്കിവിടെ കിടക്കും ചെയ്യാം. ആഹാ, ഉറങ്ങാൻ പോകണ എന്റെ കൊച്ച്. എന്താണെന്നറിയോ, ഇപ്പൊ നമ്മൾ അടിക്കുന്നത് 6 hours പാക്കേജ് ആണ്. 24 hours ഉണ്ട് ഇൻക്ലൂഡിങ് റൂം. അപ്പൊ ആലോചിച്ച് ഫുൾ ഡേ ഇങ്ങനത്തെ ഒരു ദിവസം റിലാക്സ് ചെയ്ത അൾട്ടിമേറ്റ് റിലാക്സിങ് ഹോളിഡേ ഇൻ ദ സിറ്റി ഫോർ ഇൻക്രെഡിബിളി അഫോർഡബിൾ പ്രൈസ്. ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയാം. അപ്പൊ കുറച്ചു നേരം കിടക്കട്ടെ. ജെഫ്രി, ഒരു 5 മിനിറ്റ് പോലും ആയിട്ടില്ല കയറി ഇരുന്നിട്ട്. ഇല്ല, ഞാൻ വീഡിയോയിൽ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് കിടക്കുന്നത്. പിന്നെയും വേണ്ടാത്ത സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിക്കുമോ? അത് മറ്റേ കുട്ടികളുടെ ഫുഡ്, അത് ബേബീസിന്റെ മറ്റേ ക്യാരറ്റ് ആൻഡ് ആപ്പിൾ പ്യൂരേ. അപ്പൊ ഒരു കോഫിയും കൂടെ എടുത്ത് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടുത്തൊരു മോളുണ്ട്, അതുകൊണ്ട് പോയി ചെക്ക്ഔട്ട് ചെയ്യട്ടെ. അവിടെ പോയി ചൂടുള്ള കോഫി കുടിക്കണം. എന്തിനാ? തണുപ്പത്തോടെയല്ലേ പോണത്. ഇനി പൈസ ഒന്നും ഇല്ല. ഇനി ഇവിടുന്ന് കുടിച്ചിട്ട് ഇറങ്ങി പോവാ. ചൂടുള്ള കോഫി കുടിക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്. നമ്മുടെ മസാജ് എടുത്തതിന്റെ ഇത് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് റേറ്റ് കിട്ടും. എഗെയിൻ ഐ എം ജസ്റ്റ് ഷോക്ക്ഡ്. ഞാൻ ജപ്പാൻ ക്ലീൻ ആണെന്ന് വിചാരിച്ചു. ചൈന, മേ ബി ഹാർബിൻ, സോ മച്ച് ക്ലീനർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് നമ്മൾ. ഇറ്റ് വാസ് എ അമേസിങ് എക്സ്പീരിയൻസ്. ആൻഡ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് മെയിൻ ഷോക്ക് എന്താ പറയുക, ഒന്നും ഇവർ ടിപ്പോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ നമ്മളോടൊരു അറുപ്പ ഒരു ബ്രൗൺ സ്കിൻഡ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ബിഹേവിയറേ ഇല്ല. ഇത് ഞാൻ പ്രത്യേകം പറയുന്നത്. ഈവൻ ടർക്കിയിലും അതില്ല കേട്ടാ, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. പക്ഷെ ഈവൻ ഇവിടെ ഒട്ടും ഇല്ല. അത് ഭയങ്കര ഷോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ അല്ലല്ലോ കരുതിക്കൊണ്ട്. അതെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഭയങ്കര ഒരു സെറ്റപ്പ് ആയി പോയി. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലൊക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. പൈസ പറഞ്ഞോ, എത്ര രൂപ? ഇതിന്റെ എമൗണ്ട് വരുന്നത് വിത്തൗട്ട് മസാജ്. ആ മസാജ് വീട് ഇറ്റ് ഇസ് കമ്മിങ് അപ് ടു 1120 rupees ഒരാൾക്ക്. മണിക്കൂർ 6 hours. അത് 24 hours ആണെങ്കിൽ 1700 ആവുള്ളൂ. അത് അൺലിമിറ്റഡ് എല്ലാം. ആ മസാജും മറ്റേ ബ്യൂട്ടി പാർലറൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എക്സ്ട്രാ അതിന് ഒരു 800 രൂപ ഒരച്ചു കുളിപ്പിക്കാൻ ഈ ശരീരങ്ങളെ. അപ്പോൾ വാട്ട് യു തിങ്ക് ഓഫ് ദിസ് എക്സ്പീരിയൻസ്? എന്തായാലും കമന്റ് ചെയ്യുക. അല്ല, എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ പറയാം. ഇതും ഒക്കെ ഞാൻ പറയില്ലേ, ദർ ഇസ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ദെൻ ദർ ഇസ് ചൈന എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ബാത്തി നമ്മൾ ഇറങ്ങുമ്പോൾ വീണ്ടും സ്വർഗം. അകത്തും സ്വർഗം, വെളിയിലും സ്വർഗം. നല്ല വെതർ, നല്ല തണുപ്പുണ്ടെങ്കിലും നല്ല സുഖമുണ്ട്. ആ ചൂട് മസാജും സ്പാ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഷോപ്സ്, ഇസക്കായ എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ഒരു തട്ടുകട പോലത്തെ സെറ്റപ്പ്, ഹോട്ട് പോട്ട്സ്, എന്തോരം സ്ഥലങ്ങളാണ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് നോക്ക് ഹാർബിൻ. എല്ലാം ഉണ്ടാവും അല്ലേ? അതെ, എല്ലാം കാണുകയും ചെയ്യുമ്പോൾ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. എങ്ങനെ, എന്താ അല്ലേ? ഷോ. ഞാൻ ഇപ്പോഴാണ്, ഞാൻ ഫസ്റ്റ് വ്ളോഗൊക്കെ ഇട്ടപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ആര് ഹാർബിൻ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ട് പോലും ഇല്ല. അപ്പൊ ആ ഒരു സ്ഥലം ഇത്രയും ഡെവലപ്ഡ് ആണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ഹൗ ഷാങ്ഹായ് ആൻഡ് ഓൾ ദീസ് ചെന്തു ആൻഡ് അങ്ങനത്തെ അൾട്രാ ഡെവലപ്ഡ് സിറ്റീസ് ഒക്കെ എന്ത് ലെവലായിരിക്കും. ഇത് നോക്ക്, മഞ്ഞ് കൂടി കിടക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത മോള്. ഞങ്ങൾ മോളിൽ കയറുന്നത്, ഇവിടുത്തെ മോൾസിൽ കയറിയാൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇവിടുത്തെ ഫുഡും നല്ലതായിരിക്കും. സോ ഇവിടെ തന്നെ കറങ്ങാം. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ നമ്മുടെ. അഫോർഡബിൾ ആണെന്നുള്ള കാര്യം ഷുവർ ആണ്. ഏത് എന്താണ് ഫുഡ് കോർട്ട്? അല്ലാതെ ഇതിന്റെ അകത്ത് ലൂയി വിറ്റോടും കൂച്ചയൊക്കെ ഉണ്ട്. അത് നമ്മൾ വേറെ കാറ്റഗറി അതല്ലാതെ എന്തെങ്കിലും എത്ര ഹൈ എൻഡ് മോളിൽ കയറിയാലും എന്തെങ്കിലുമൊക്കെ അഫോർഡബിൾ സാധനങ്ങൾ കാണുവേ. നമ്മളിതേ ഒരു ചെറിയ മോളാന്ന് വിചാരിച്ച് കയറിയതാണ്. അകത്ത് വന്നപ്പോൾ മറ്റേ ഹൈ എൻഡ് ബ്രാൻഡ്സ് മാത്രം, ഫുൾ ഹൈ എൻഡ് ബ്രാൻഡ്സ് അങ്ങ് പരന്ന് കിടക്കുവാണ്. ഇത് മുകളിലേക്ക് ആ കൂടെ 3 ഫ്ലോറേ ഉള്ളൂ. പക്ഷെ എൻഡ് വരെ ഇങ്ങനെ കിടക്കുവാണ്. അകത്ത് വരെ കാറിന്റെ ഷോറൂമാണ്. മോളിന്റെ അകത്തല്ലാണ് കാറിന്റെ ഷോറൂമൊക്കെ വെക്കുന്നത് കേട്ടാ. ഇത് ഇലക്ട്രിക്ക നിയോ. ബേപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ജാപ്പനീസ് ഒരു സ്ട്രീറ്റ് വെയർ ബ്രാൻഡാണ്. ജപ്പാനിലുള്ളതിനെ കാട്ടി കൂടുതൽ കളക്ഷൻസ് ചൈനയിലാണ്.
അതെ, ഈ മോളിന്റെ അകത്ത് വന്നാലും ഒരു സ്പാ ഫീലിംഗ് അല്ലേ? മ്യൂസിക്, ആംബിയൻസ്, ആ അങ്ങ് എൻഡ് വരെ കിടക്കുക നീണ്ട്. ഇവിടെ ഹാർബിൻ നമ്മൾ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിട്ട് കണക്കാക്കില്ല. പക്ഷെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് തൊട്ട് ലക്ഷറി ഷോപ്പിംഗ് വരെ ഈ ഒരു ഹാർബിനിൽ അവൈലബിൾ ആണ്. ചെറിയ ചൈനയെ വെച്ച് നോക്കുമ്പോ മറ്റേ പോപ്പുലർ ആയിട്ടുള്ള ഒരു സിറ്റി ഒന്നും അല്ല. ഞാൻ ആലോചിക്കുന്നത് ഈ കണക്കിന് മറ്റേ മെയിൻ സിറ്റീസ് എന്തായിരിക്കും എനിക്കൊന്ന് ലോകം എങ്ങനെ ഒരു 2060-70s ആയിരിക്കണം. അത് ഓൾറെഡി ഇവരായി കാണും. അങ്ങോട്ട് പോകുമ്പോ കാണാം. അതെ, സെറ്റപ്പും ഉണ്ട്. ഷെനേല്, സെയിന്റ് ലോറൻ, വാലന്റീനോ, പിന്നെ നോർത്ത് ഫേസ്, ഹെർമസ്, എവറിത്തിങ്. ആൻഡ് വേറെ കാര്യം അറിയോ, ചൈനയാണ് വേൾഡിലെ ലാർജസ്റ്റ് ലക്ഷറി പർച്ചേസർ. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാം കാണും ഈ സംഭവം. ടോയ്ലറ്റിലേക്ക് പോകുന്ന റൂട്ട് ഒക്കെ ഏതോ റാംബോ ഒക്കെ ഇന്ന് ഫീലിംഗ് ആണ്. ഭയങ്കര നല്ല ഒരു സ്പാ സ്മെല്ലൊക്കെയാണ്. പക്ഷെ ഇന്ത്യൻ ക്ലോസറ്റ് ആയിരിക്കും ചിലപ്പോൾ. ആരും ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കുന്നത്. ബാത്റൂമിന്റെ ക്ലെൻലിനെസ് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ട്. ക്ലോസറ്റ് മാത്രം ഞാൻ നോക്കിയിട്ട് പറയാം, കാണിക്കുന്നില്ല. ആദ്യമായിട്ട് മോളില് ഇന്ത്യൻ ക്ലോസറ്റ് അല്ല കേട്ടാ, വെസ്റ്റേൺ ക്ലോസറ്റ് ആണ്. സോ നിങ്ങൾക്ക് ഹാർബിനി വന്ന് മോളിൽ പോയി ഏതെങ്കിലും ടോയ്ലറ്റ് ഉപയോഗിക്കണം എന്ന് തോന്നിയാൽ ചാർട്ടർ മോളിൽ വന്നാൽ മതി. ഇവിടെ മറ്റേ വെസ്റ്റേൺ ടോയ്ലറ്റാ. സമാധാനമായി, ആദ്യമായിട്ട് അത് കണ്ടു. സോ ബേബി ഷാങ്ഹായിലൊക്കെ ഫുൾ വെസ്റ്റേൺ ടോയ്ലറ്റ്സ് ആയിരിക്കും. യൂണിക്ലോ പാൻസിന്റെ ലുക്ക് വരെ കണ്ട ഫുൾ മറ്റേ വൈഡ് സീ കട്ട് പാൻസ് എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. സോ ഈ വെള്ള വേദന നല്ല കിടലൻ സെറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. അത് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റ് മീൽ ഇൻ ഹാർബിൻ. ഇതൊരു 1972 ഒരു അങ്ങനത്തെ ഒരു ചെയിനാന്ന് തോന്നുന്നത്. ഇവിടെ ബീഫ് ബ്രിസ്ക്കറ്റ് നൂഡിൽസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ലുക്ക് സോ നൈസ്. എന്ത് പോർഷനാണ് നോക്ക്. ബീഫിൻ്റെ ഒക്കെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ, ബട്ട് ദാറ്റ്സ് ഗോയിങ് ടു ബി സോ ടെൻഡർ ആൻഡ് മോയ്സ്റ്റ്. ഹാൻഡ് സ്ട്രെച്ച് നൂഡിൽസ് പറഞ്ഞിട്ടാണ് മെനുവിൽ ട്രാൻസ്ലേഷൻ കണ്ടത്. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ മീൽ ഇൻ ഹാർബിൻ. This is unbelievable. Such a perfect dish to say goodbye to Harbin. ഈ ബീഫിൻ്റെ ബ്രോത്ത് ആണ്. ഇറ്റ്സ് പ്രോപ്പർ ബീഫ് ബ്രോത്ത് ആൻഡ് പെപ്പർ ആൻഡ് ബീഫിൻ്റെ ഓയിൽസ് ഒക്കെ കാണാം. ഇറ്റ്സ് സോ ഡെലിഷ്യസ്. ബീഫിലൊന്നും ഇല്ല കേട്ടോ, വെറും പെപ്പർ സോൾട്ട് ഇട്ടാണ്. പക്ഷേ ബീഫിൻ്റെ ക്വാളിറ്റിയിലാണ് ഇത്രയും ടേസ്റ്റ് വന്നിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് പോർഷൻ, ഹ്യൂജ് ക്വാണ്ടിറ്റി. അമേസിങ് ഡിഷാണ്, അമേസിങ് ഡിഷ്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലവ്ഡ് ഹാർബിൻ ആസ് മച്ച് ആസ് വി ഡിഡ്. ഞങ്ങൾ അങ്ങനെ ഹാർബിൻ്റെ വിട പറയുകയാണ്. പക്ഷെ ചൈന വ്ളോഗ്സിന് ബൈ പറയുന്നില്ല. നമ്മൾ നാളെ വളരെ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐസൊലേറ്റഡ് കൺട്രീസ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മുടെ യാത്ര നാളെ തൊട്ട് തുടങ്ങുന്നത്. ഡേഞ്ചറസ് സ്ഥലം. ഓക്കെ, സോ എവിടെയാണ് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. സോ നാളെ തന്നെ ഞാൻ പറഞ്ഞ ഡെയിലി വ്ളോഗ്സ് ആയിരിക്കും. എല്ലാം നിങ്ങൾ മാക്സിമം കണ്ട് അഭിപ്രായങ്ങൾ പറയാം. സോ ദാറ്റ് വി ക്യാൻ ഓൾസോ ബ്രിങ് ബെറ്റർ ആൻഡ് സച്ച് ഡിഫറെന്റ് കോണ്ടന്റ്. സോ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.